ജീവൻ തിരികെ കിട്ടിയ ആശ്വാസത്തേക്കാൾ മുന്നിൽ നടന്ന മരണക്കാഴ്ചയുടെ വേദനയാണ് ദേവനന്ദയെ വേട്ടയാടുന്നത്. ബസ് കാത്തു നിൽക്കുന്നതിനിടെ ടിപ്പർ ലോറി പാഞ്ഞെത്തിയപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഈ വിദ്യാർത്ഥിനിക്ക് ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയുടെ അച്ഛന്റെ മരണം നേരിൽ കാണേണ്ടി വന്നു. ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് പൂർണ്ണമായി മുക്തയാക്കാത്ത ദേവനന്ദ ആ ദുരന്ത നിമിഷങ്ങൾ ഓർക്കുന്നു. ഈ ടിപ്പർ അപകടം നടക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. അവിടെ ബസ് കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അതിലൊരു കുട്ടിയാണ് ദേവനന്ദ, 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ മോൾ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലേ? മോൾ എന്താ അവിടെ സംഭവിച്ചത്? ഞാൻ അവിടെ ബസ് കാത്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ലോറി പെട്ടെന്ന് വന്ന് ഇടിക്കുമായിരുന്നു. ഒരു ബുള്ളറ്റിൽ വന്ന് സ്ട്രെയിറ്റിന് വന്ന് ഇടിക്കുമായിരുന്നു, ആ അങ്കിളിനെ തെറിപ്പിച്ചുകൊണ്ട്. അപ്പോഴാണ് ആ കോർണറിൽ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. ആ അങ്കിളുടെ മോള് അപ്പുറത്തായിരുന്നു. അങ്കിള് അതിനകത്ത് പെട്ടുപോയി. കാരണം ആ അങ്കിൾക്ക് ഓടാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വന്ന് ഇടിച്ച് അങ്കിൾ അതിൻ്റെ അകത്തായിപ്പോയി. പിന്നെ ഞാനൊക്കെ വേറെ സൈഡിലായിരുന്നു നിന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങ് ഓടി രക്ഷപ്പെട്ട്. അപ്പോഴത്തേക്കും മതിലെല്ലാം കൂടി ഇടിഞ്ഞിങ്ങ് വീഴുമായിരുന്നു. അപ്പോൾ ഞാൻ തട്ടിങ്ങ് വീണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാനിങ്ങ് ഓടി. അപ്പോഴത്തേക്ക് എൻ്റെ അപ്പൂപ്പൻ്റെ കട ഇവിടെ അടുത്താണ്. അപ്പോൾ അപ്പൂപ്പനൊക്കെ ഓടി വന്നു. എന്നിട്ട് അപ്പൂപ്പൻ്റെ ഫോണൊക്കെ വിളിച്ച് അമ്മയൊക്കെ വിളിച്ച് ഞാൻ അങ്ങോട്ടൊക്കെ വരുത്തി. എന്നിട്ട് അപ്പോഴത്തേക്ക് പോലീസും ഫയർഫോഴ്സൊക്കെ വന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ സ്ഥിരം ബസ് കാത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണതല്ലേ? ഞാൻ ടിപ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ 7:10 ശ്രീവത്സനകത്ത് ഞാനിങ്ങ് പോകും. എന്നും ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ അങ്കിളും ചേച്ചിയും ഇവിടെ എപ്പോഴും നിൽക്കുന്നതാണ്. മോൾ എന്തായാലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിൽ ആ സമയത്ത് മോളും ആ പ്രദേശത്തുണ്ടായിരുന്നല്ലേ? ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. മോളുടെ കൺമുന്നിലാണ് ഇത് നടക്കുന്നത്. ഞാൻ എൻ്റെ കൺമുന്നിൽ ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഭയങ്കര സ്പീഡെന്ന് വെച്ചാൽ ഒടുക്കത്തെ സ്പീഡിലായിരുന്നു വരുന്നത്. പെട്ടെന്നായിരുന്നു ആ അങ്കിളിനെ ഇടിച്ച് തെറിപ്പിച്ച് മറിയുന്നത്. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പെട്ടെന്ന് വിറച്ചാണ് ഓടിപ്പോയത്. മോള് ഓടുന്ന സമയത്ത് മോള് വീണ് മോക്കും പരിക്കേറ്റു. പെട്ടെന്ന് വിറച്ചുകൊണ്ട് ഓടിയോണ്ട് അവിടെ പാറ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മതിലും എല്ലാം അങ്ങ് പൊളിഞ്ഞ് വീഴുമായിരുന്നു. അപ്പം അവിടെ തട്ടി ഞാനിങ്ങ് വീണ്. പിന്നെ ഞാനിങ്ങ് എഴുന്നേറ്റ് ഓടി. അപ്പം ഈ മണ്ണിനടിയിലേക്ക് പെട്ടവരെ അവരുടെ നിലവിളിയോ കരച്ചിലോ അല്ലെങ്കിൽ ആ സമയത്ത് പിന്നെ നോക്കിയോ? അവിടെ അങ്ങോട്ടോ ഒന്ന് നോക്കി? എന്തുവാ, ഈ ലോറി വന്നപ്പോഴത്തേക്ക് കുറേ കൂവിയായിരുന്നു. പിന്നെ കുറേ ചരിഞ്ഞപ്പോഴും കുറേ കൂവിയായിരുന്നു. ആ അച്ഛൻ്റെ മോൾ അവിടെ അച്ഛന്ന് വിളിച്ചുകൊണ്ട് അവിടെ കരയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വിഷമായി. ഞാൻ അങ്ങോട്ട് മാറി നിന്ന്. അപ്പോൾ അപ്പോഴത്തേക്കും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് അങ്ങോട്ടൊക്കെ വരുത്തി. ഒരു അച്ഛനും മകളും ആ സമയത്തുണ്ടായിരുന്നു. അതിൽ അച്ഛൻ മരണപ്പെട്ടു അല്ലേ? ആ ചേച്ചിയുടെ കൺമുന്നിൽ വെച്ചായിരുന്നു ആ അച്ഛൻ പെട്ടെന്ന് മരണപ്പെട്ടത്. മണ്ണിലടിയിലേക്കായിപ്പോയി ലോറി ഇടിച്ച്. നമുക്കറിയോ? അവരൊക്കെ അറിയാവുന്നവരാണോ? ആ ചേച്ചി നേരത്തെ എൻ്റെ സ്കൂളിലായിരുന്നു, ടൗൺ ഓഫീസിലായിരുന്നു. ഞാൻ എൻ്റെ കൂടെ ബസ്സൊക്കെ കയറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ആ അങ്കിളിനെ അറിയായിരുന്നു. ആ അങ്കിളും എൻ്റെ മോളും കൂടാണ് ഒരു ശ്രീവത്സത്തിനകത്ത് പോകുന്നത്. അങ്കിളാണെങ്കിൽ ജോലിയിൽ അവിടെ ഇറങ്ങും, മോളെ ആ അവിടെ ട്യൂഷനിലാക്കുകയും ചെയ്യും. മോക്ക് ഇല്ലേ ആ കൺമുന്നിൽ കണ്ട ആ നടുക്കം ഇതുവരെ മാറിയിട്ടില്ലല്ലേ? ഞാൻ വിറച്ച് നിൽക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ, നേരത്തെ ന്യൂസിലൊക്കെ ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ. അല്ല, ആദ്യമായിട്ടാണ് ഞാൻ ഈ ടിപ്പറൊക്കെ വന്ന് ഇടിക്കുന്നതും ഒക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വിറയിലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. മാറിയിട്ടില്ല അല്ലേ? ഞാൻ പെട്ടെന്ന് അച്ഛനും അമ്മയും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ പോലെ. അപ്പോൾ അതിനെ പെട്ടെന്ന് ഇങ്ങോട്ടിങ്ങ് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. ഇതാണ് സംഭവിച്ചത്. കാര്യം ആ കുഞ്ഞിന് പോലും ആ ഒരു നടുക്കം ഇതുവരെ മാറിയിട്ടില്ല. കാര്യം കുഞ്ഞിൻ്റെ കൺമുന്നിലാണ് കാണുന്നത്. ഒരു അച്ഛനും മകളും ബസ് കാത്ത് നിൽക്കുന്നു. മകൾ രക്ഷപ്പെടുന്നു. അച്ഛൻ്റെ മുകളിലേക്ക് ടിപ്പർ ലോറി മറിയുന്നു. മകൾ ഇങ്ങനെ അച്ഛാന്ന് വിളിച്ച് കരയുന്ന ഒരു കാഴ്ച, അത് ഈ മകളുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. അച്ഛൻ എന്തായാലും ആ അപകടത്തിൽ 3 പേർ മരണപ്പെട്ടതിൽ ആ അച്ഛനുമുണ്ട്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.